ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു അടിപൊളി ഗോബി മഞ്ചൂരിയനാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അല്ലികളാക്കി കട്ട് ചെയ്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 20-30 മിനിറ്റ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മളിവിടെ കോളിഫ്ലവർ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാള ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും ഒരു 5 സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചയും ചുവപ്പുമാണ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. ഇനി ഇവയെല്ലാം 5-10 സെക്കൻഡ് ഇളക്കി വഴറ്റിയെടുത്താൽ മതിയാകും. ഓവറായി കുക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ഇതിപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇതുപോലെയായിരിക്കും കട്ടിയോടുകൂടി കുറുകി വന്നിട്ടുണ്ടാകുക. ഈ സമയം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലുള്ള ഗോബി മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.